വിവിധ തരം ഗ്ലാസ്സുകളും അവയിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളും ഉപയോഗങ്ങളും നോക്കാം. ഫസ്റ്റ് വൺ സോഡ ലൈം ഗ്ലാസ്. അതിന് മറ്റു പേരാണ് സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡും സോഡിയം കാർബണേറ്റും കാൽഷ്യം കാർബണേറ്റുമാണ്. സിലിക്കൺ ഡയോക്സൈഡ്, സോഡിയം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്. ഇത് ഉപയോഗിക്കുന്നത് ജനൽപ്പാളികൾ അതുപോലെ ദർപ്പണങ്ങളുടെ നിർമ്മാണത്തിനാണ് സോഡ ലൈം ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഹാർഡ് ഗ്ലാസ്. ഹാർഡ് ഗ്ലാസിൻ്റെ കണ്ടന്റ് സിലിക്കൺ ഡയോക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്. സിലിക്കൺ ഡയോക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്. ഇത് ഉപയോഗിക്കുന്നത് ലാബോറട്ടറി ഉപകരണങ്ങൾ, ഫാക്ടറി, അടുക്കള ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. അതിനകത്തെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ബോറോൺ ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്. ഇതൊക്കെയാണ് ബോറോൺ ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ലബോറട്ടറി ഉപകരണങ്ങൾ അതുപോലെ തന്നെ പാചകപാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്, ലെഡ് ഗ്ലാസ് എന്നൊക്കെ അറിയപ്പെടും. ഉപയോഗം എന്ന് പറയുന്നത് ഘടകങ്ങൾ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റ്, ലെഡ് ഓക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡ്, പൊട്ടാസ്യം കാർബണേറ്റും ലെഡ് ഓക്സൈഡും. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ലെൻസുകളും പ്രിസങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്.